ഈ കുട്ടി പറയുന്ന വാക്കൊന്നും നല്ല ടീച്ചറാണ്. സ്കൂളിൽ ചെന്ന അമ്മയും അച്ഛനൊക്കെ ടീച്ചറും മാഷൊക്കെ ഞങ്ങൾക്ക്. എല്ലാവരും പോയി, ഞങ്ങൾ ബാക്കി, ഞങ്ങൾ 3 പേർ. ഈ കുട്ടി പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് നമുക്കറിയാം വാൽപ്പാറയിലുണ്ടായ ഒരു അപകടത്തിൽ മരിച്ചുപോയ 9 ടീച്ചേഴ്സ്മാരില്ലേ, ഈ കുട്ടി പറഞ്ഞ വാക്കൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്താ കുട്ടി പറഞ്ഞത്? അതായത് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എല്ലാം ആരായിരുന്നു? എൻ്റെ ടീച്ചേഴ്സ്മാരായിരുന്നു എന്നാണ്. നമ്മൾ ചെറുപ്പം മുതൽ കേട്ട് വരുന്ന ഒരു വാക്കുണ്ട് അല്ലേ, ആ വാക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മാതാപിതാ ഗുരു ദൈവം ഇല്ലേ, നമ്മൾ എത്രത്തോളം കേട്ട വാക്കുകളാണ് ഇല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവരാരാണ്? ഗുരുക്കളാണ്. ഇവർ വിജ്ഞാനം പറഞ്ഞിട്ട് എത്ര പേര് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവാം ഇല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്നും വേണ്ട, ഇവരെ ഈ കുട്ടികളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇവരുടെ പാഠം എവിടെ വെച്ചിട്ടാണോ ഇപ്പം നിർത്തിയിട്ടുള്ളത്, ഇനി ഒരു പുതിയൊരു അധ്യായം തുറക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇനി പുതിയൊരു ടീച്ചർമാർ ഇവർ കാണണം, അതല്ലെങ്കിൽ ഇനി പുതിയൊരു രീതിയിലേക്ക് പോകണം ഇല്ലേ. അവരെ ആ ഒരു സ്വപ്നമാണ് അവിടെ തകർന്നിരിക്കുന്നത്. ഒന്നും വേണ്ട, ടീച്ചർമാരൊരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ 45-50 കുട്ടികളൊക്കെയാണ് ഓരോ ക്ലാസ് മുറിയിലുണ്ടാവുക ഇല്ലേ. ആ 50 കുട്ടികളും ഒരു അക്ഷരം പഠിപ്പിക്കുമ്പോൾ, ആ എന്നൊരു അക്ഷരം അവിടെ പഠിപ്പിക്കുമ്പോൾ ആ 50 കുട്ടികൾ എഴുതിയോ ഇല്ലയോ ഓരോന്നും പോയിട്ട് ഓരോരുത്തർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ആ ടീച്ചർമാരോട് ചോദിച്ചാൽ അതിൻ്റെ ഇത് അറിയുള്ളൂ. ഒരു വീട്ടിൽ 2-3 കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ആ 3 കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്മ കാണിക്കുന്ന കഷ്ടപ്പാട് നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട് ഇല്ലേ, നമ്മൾ എത്ര കണ്ടതാണ് ഇല്ലേ. പക്ഷേ ഇതൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെയുള്ള മരണ വാർത്തകൾ കേട്ടിട്ട് നമ്മളെ മനസ്സ് ഇന്ന് രാവിലെ മുതൽ ഓരോ വീഡിയോകൾ കാണുമ്പോൾ നമ്മളെ മനസ്സിങ്ങനെ ഓരോ സങ്കടത്തോടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മനസ്സ് അത്രത്തോളം സങ്കടത്തിലാണ് ഇല്ലേ. പക്ഷേ ഇതിൻ്റെ ഇടയിലും ഒരുപാട് കമൻറ്റുകൾ, എന്താണ് ഈ കമൻറ്റ് കൊണ്ട് ഈ മരണ വാർത്തകൾ ഡ്രൈവറിന് എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ടായിരിക്കാം, അതൊക്കെ പോട്ടെ. ഈ ഒരു കമൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പച്ച വർഗീയത ചീന്തുന്ന ഇവനെ പോലത്തെ, ഇവനെല്ലാം നോർമലാണോ എന്ന് വരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇവനൊക്കെ ഈ അയച്ച മെസ്സേജിൽ, ഇവൻ ഈ അയച്ച കമൻറ്റ് ഒന്ന് നോക്കിയാൽ എന്താണ് ഇവൻ്റെ ഒക്കെ അവസ്ഥ ഇല്ലേ. ഒന്ന് ആലോചിച്ചൊക്കെ, ഇവനൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുമാവട്ടെ, ഇവരുടെ പാരത്രിക ജീവിതം നന്നാവാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.